അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ ബസ് ഇറങ്ങി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ഒരു ചെറുക്കൻ എപ്പോഴും എൻ്റെ കൂടെ വരും, നടന്നു വരും. കാണുമ്പോൾ തന്നെ അറിയാം നല്ല മിടുക്കനൊക്കെ, അവനെ നല്ലൊരു കുടുംബത്തിലാണെന്ന് മനസ്സിലാവും. അങ്ങനെ കുറേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമല്ല, നോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊരു ഇഷ്ടമൊക്കെ തോന്നി. അപ്പം ഞാൻ വന്ന് വീട്ടിൽ വന്ന് ചോദിക്കുന്നു പറഞ്ഞു. പിന്നെ ആണെങ്കിൽ എനിക്ക് ഈ ചെറുക്കൻ്റെ മുഖം തന്നെ മനസ്സിൽ. അപ്പം ഞാൻ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണേ. ഇയാളെ ഞാനോട്ട് കാണണമില്ല. അപ്പോൾ എനിക്കൊരു ഗൾഫുകാരൻ്റെ ഒരു ആലോചന വന്ന്. അപ്പോൾ ഞാനതൊക്കെ എങ്ങനെയോ പട്ടിണിയൊക്കെ കിടന്നൊക്കെ എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ, ഞാനതങ്ങ് ഒഴിവാക്കി. അപ്പം ഈ ചെറുക്കനെ പോയി പറയാം. പിന്നെ കാണുന്നില്ല നാത്തൂനെ, വരുമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ കാണാറില്ലല്ലോ. അത് കഴിഞ്ഞപ്പം പിന്നെ എനിക്കൊരു KSRTC ഒരു കണ്ടക്ടറുടെ ഒരു ആലോചന വന്നേ. അതാണ് ഏകദേശം എന്നെ ഉറക്കണ പോലെയായി. ഇയാളെയും കാണുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞാനാണെങ്കിൽ അമ്മയോട് കരഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വന്നപ്പം ഇത് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനാ. രക്ഷപ്പെട്ട്. അങ്ങനെ പിന്നെ അച്ഛൻ അങ്ങോട്ട് പോയി, ചെക്കൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ പുള്ളിയുടെ അച്ഛനോട് കാര്യമൊക്കെ പറഞ്ഞ്. അപ്പോൾ മോനെ വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഈ പെണ്ണെ അറിയാവോ എന്ന് ചോദിച്ചു. പറഞ്ഞ് എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല, അവളാണ് എൻ്റെ പുറകെ നടക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ഭയങ്കര വിഷമമായിട്ട് അച്ഛൻ പിന്നെ വീട്ടിലേക്ക് പോന്നു. സാരമില്ല, പോട്ടെ സാരമില്ല. അതിനെന്താ, ഇപ്പം നമുക്ക് നല്ല ഒരാളെ കിട്ടിയില്ലേ, അവനോട് പോകാൻ പറ. പക്ഷെ എനിക്ക് വിഷമം വന്നെന്താണെന്ന് ചേച്ചി, അയാളല്ലേ എൻ്റെ പുറകെ നടന്നത്. എന്നിട്ട് എനിക്ക് ഇത്രയും ആശയ്ക്ക് തന്നിട്ട് ഞാനാണ് പുറകെ നടന്നത്. മറന്നേക്ക്, സാരമില്ല. ഇനി ചേച്ചി ചോദിക്കൂല. അപ്പം ഈ ശാശനെ പിന്നെ കാണാറുണ്ടോ? പിന്നെ കണ്ടിട്ടൊന്നുമില്ല. 2 ആഴ്ച മുമ്പ് ഞാൻ വീട്ടിൽ പോയില്ലേ, അപ്പം എന്നോട് വന്ന് ചോദിക്കുക, ഒരു കൂട്ടുകാരിനെ കണ്ടേ എൻ്റെ കൂടെ പഠിച്ചത്. അപ്പം അവളോട് ചോദിച്ചത് ഇപ്പം ജമന്തി എവിടെയാന്ന് അറിയാൻ. അപ്പം അവള് പറഞ്ഞെന്ന് തോന്നുന്നു ഇങ്ങനെ ഇവിടെയാ താമസം, നല്ല നിലയിൽ ജീവിക്കാന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞോട്. അറിയായിരിക്കും, ഏട്ടനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. നീ അതൊന്നും പറയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു.